നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ് വനം, വനത്തിൻ്റെ നിർവചനം, വനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്ധരണികൾ, പിന്നെ വനത്തിൻ്റെ പ്രത്യക്ഷ പരോക്ഷ ഗുണങ്ങൾ, എന്താണ് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വൃക്ഷ മേലാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വനങ്ങളെ എത്രയായി തരംതിരിക്കാം പോലുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ പരീക്ഷയ്ക്ക് ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് അത് ശ്രദ്ധയോടുകൂടി പഠിച്ചെടുക്കണം. നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയിലെ വനങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഇതും പല പരീക്ഷകളുടെയും സിലബസിനകത്തുള്ളതാണ്. നിങ്ങൾക്ക് പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവാം. അതല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്ത് ചിലപ്പോൾ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ടോപ്പിക് കൊടുത്തിട്ടുണ്ടാവും. അവിടെയും ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നമുക്ക് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണ്? ഇന്ത്യയിലെ വനങ്ങൾ. ആദ്യം നമുക്ക് ഇന്ത്യയിലെ വനങ്ങളെ ഒന്ന് പരിചയപ്പെടാം. പ്രധാനമായിട്ടും ഇന്ത്യയിലെ വനങ്ങളെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വനങ്ങളെ പല തരത്തിൽ നമുക്ക് തരംതിരിക്കാം. എങ്കിലും നമുക്ക് ഈ ഭാഗം പഠിക്കാനുള്ള സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വനങ്ങളെ പ്രധാനമായിട്ടും 5ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തേത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അഥവാ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഈ പേരുകളെല്ലാം ഒന്ന് പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് വളരെ സ്പീഡായിട്ട് ഓരോ കാര്യങ്ങൾ പറയാനും എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അഥവാ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഇപ്പം ഞാൻ ഇലപൊഴിയും വനങ്ങൾ എന്ന് പറഞ്ഞു. വേറെ ചില സ്ഥലത്ത് പത്രപാതി വനങ്ങൾ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ ഞെട്ടണ്ട, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ അഥവാ പത്രപാതി വനങ്ങൾ. നമ്മൾ അതിനെ പറയും ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഉഷ്ണമേഖല മുൾക്കാടുകൾ അഥവാ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പർവ്വത വനങ്ങൾ. പർവ്വത വനങ്ങൾ. പർവ്വത വനങ്ങൾ എന്നുള്ളത് മൊണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് പറയും. MONTANE. മൗണ്ടൻ ഫോറസ്റ്റ് എന്നല്ല, മൊണ്ടെയിൻ ഫോറസ്റ്റ്, പർവ്വത വനങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ കണ്ടൽ വനങ്ങൾ. മാൻഗ്രൂവ് ഫോറസ്റ്റ്. മാൻഗ്രൂവ് ഫോറസ്റ്റ്. അങ്ങനെ ഇന്ത്യയിലെ വനങ്ങളെ പ്രധാനമായിട്ടും എത്രയായിട്ട് തരംതിരിച്ചു? 5ആയിട്ട് തരംതിരിച്ചു. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ അഥവാ പത്രപാതി വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, പർവ്വത വനങ്ങൾ അഥവാ മൊണ്ടെയിൻ ഫോറസ്റ്റ്, കണ്ടൽ കാടുകൾ അഥവാ മാൻഗ്രൂവ് ഫോറസ്റ്റ്. അതിൽ നമുക്ക് ആദ്യം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലോട്ട് വരാം. അതിൻ്റെ ചില സവിശേഷതകളൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഏത് തരം വനമാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനമാണ്, അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല നിത്യഹരിത വനമാണ് ആമസോൺ മഴക്കാടുകൾ എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല നിത്യഹരിത വനമാണ് ആമസോൺ മഴക്കാടുകൾ എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ എങ്ങനെയും പറയും? മഴക്കാടുകൾ. മഴക്കാടുകൾ. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകരുത്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെയാണ് മഴക്കാടുകൾ എന്ന് വിളിക്കുന്നത്.
ഇനി ഇന്ത്യയിലെ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ചില സവിശേഷതകളൊന്ന് നോക്കാം. അവിടുത്തെ വാർഷിക വർഷപാതം എന്ന് പറയുന്നത്, ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശങ്ങളിലെ വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 200 സെന്റിമീറ്റർ ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിരുന്നല്ലോ. വനങ്ങൾ എന്ന് പറയുന്നത് പരോക്ഷമായിട്ട് കാലാവസ്ഥയെ സ്വാധീനിക്കും, അല്ലെ? വനങ്ങൾ കാലാവസ്ഥയെ സ്വാധീനിക്കും, ജലചക്രത്തെ സ്വാധീനിക്കും. ഇതെല്ലാം വനങ്ങൾ കൊണ്ടുള്ള പരോക്ഷ ഗുണമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോൾ ഒരു വനപ്രദേശം, ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണെങ്കിൽ അവിടുത്തെ വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 200 സെന്റിമീറ്ററിന് മുകളിലായിരിക്കും. അതായത് നല്ല മഴ ആ ഭാഗത്ത് ലഭിക്കും. 200 സെന്റിമീറ്ററിന് മുകളിലായിരിക്കും വാർഷിക വർഷപാതം. ഇനി അത് കഴിഞ്ഞിട്ട് വാർഷിക ഊഷ്മാവ് എത്ര? വാർഷിക ഊഷ്മാവ് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു സ്ഥലത്ത് അനുഭവിക്കുന്ന, ഈ കേരളത്തിലേക്ക് സാധാരണ ഊഷ്മാവ് എന്ന് പറയുന്നത് ഒരു 30-32 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ റൂം ടെമ്പറേച്ചർ, ഊഷ്മാവ് എന്ന് പറയുന്നത്, അല്ലേ? അതേസമയം ഇവിടെ ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്തെ വാർഷിക ഊഷ്മാവ്, ശരാശരി ഊഷ്മാവ് എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു മുറിക്കകത്ത് നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന തണുപ്പാണത്. അപ്പോൾ വാർഷിക ഊഷ്മാവ് എത്രയെന്ന് ചോദിച്ചാൽ 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ മനസ്സിലാക്കേണ്ടത് 60 മീറ്ററിന് മുകളിലുള്ള വൃക്ഷങ്ങൾ ധാരാളമായിട്ട് ഈ പറഞ്ഞ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ ഉണ്ടാവും. 60 മീറ്ററിനും കൂടുതൽ ഉയരമുള്ള വൃക്ഷങ്ങൾ ധാരാളമായിട്ട് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടും, അല്ലെ? 60 മീറ്റർ എന്ന് പറയുമ്പോൾ നല്ല ഉയരമാണ്. അപ്പൊ അതിനും മുകളിലുള്ള വൃക്ഷങ്ങൾ ധാരാളമായിട്ട് ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശങ്ങളിൽ കാണപ്പെടും. അതൊരു ചോദ്യമാണ്. 60 മീറ്ററിന് മുകളിലുള്ള ഉയരമുള്ള വൃക്ഷങ്ങളെ കാണപ്പെടുന്നത് ഏത് വനപ്രദേശത്താണ് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. എവിടെയാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്താണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത്, ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശം ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗത്താണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ പ്രധാനമായിട്ട് 3 ഭാഗത്താണ്, 3 പ്രദേശത്താണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരകളാണ് എന്ന് നിങ്ങൾക്കറിയാം. അതിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഭാഗത്ത്, പശ്ചിമഘട്ട ഭാഗത്ത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, അല്ലെ? ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അവിടെയുള്ള ആൻഡമാൻ നിക്കോബാറിലുള്ള വനപ്രദേശം അല്ലെങ്കിൽ വനങ്ങൾ എന്ന് പറയുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ ആസാം, മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശ്, ത്രിപുര, മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ വരുന്ന ഇന്ത്യയുടെ ഈ പറഞ്ഞ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള വനങ്ങൾ എന്ന് പറയുന്നതും എങ്ങനെയുള്ളതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിലെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ മാർക്ക് ചെയ്യപ്പെടുന്നത് എവിടെയൊക്കെയാണ്? പശ്ചിമഘട്ടത്തിലാണ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. ഇനി അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്തെ സവിശേഷമായിട്ടുള്ള വൃക്ഷങ്ങൾ, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു 60 മീറ്ററിന് മുകളിൽ ഉയരമുള്ള വൃക്ഷങ്ങൾ ധാരാളം അവിടെ ഉണ്ടാവും. അതായത് നല്ല ഉയരത്തിൽ വളരുന്ന വൃക്ഷങ്ങൾ അവിടെ ഉണ്ടാവും. അതിന് ഉദാഹരണമാണ് ഒന്ന് മഹാഗണി. ഏതാണ്? മഹാഗണി, അല്ലെ? അത് നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ഫർണിച്ചറൊക്കെ നിർമ്മിക്കാൻ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വൃക്ഷമാണ്, തടിയാണ്. ഏത്? മഹാഗണിയുടേത്. അത് നമുക്കറിയാം, മഹാഗണി. ഓരോന്ന് എബണി ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് കത്തണമെന്നില്ല. എബണി എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും മനസ്സിലാവും. കരിമരം എന്ന് പറയും. എന്താണ്? കരിമരം, എബണി അഥവാ കരിമരം. പിന്നെ അത് കഴിഞ്ഞിട്ട് റോസ് വുഡ്. പൊതുവിൽ റോസ് വുഡ് എന്ന് അറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? അത് നമ്മൾ ഈട്ടി എന്നോ വീട്ടി എന്നോ ഒക്കെ പറയുന്ന വൃക്ഷമാണ്. ഏത്? റോസ് വുഡ്, അല്ലെ? അപ്പൊ ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്തെ സവിശേഷമായിട്ടുള്ള വൃക്ഷങ്ങളാണ് മഹാഗണി, എബണി, റോസ് വുഡ്. എബണി അഥവാ കരിമരം, റോസ് വുഡ് അഥവാ ഈട്ടി അല്ലെങ്കിൽ വീട്ടി. ഇത് മാത്രമല്ല, വേറെയും വൃക്ഷങ്ങളുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇവിടെ ഇപ്പോൾ കുത്തി നിറയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഒരു ക്രമം ഉണ്ടാക്കി വെക്കുക. ഉഷ്ണമേഖല നിത്യഹരിത വനം ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇങ്ങനെയുള്ള വനങ്ങളാണ്.
മഴക്കാടുകൾ എന്ന് അറിയപ്പെടുന്നു. അല്ലെ, മഴക്കാടുകൾ എന്ന് അറിയപ്പെടുന്നു. ഇതിന്റെ സവിശേഷത പറയുമ്പോൾ 200 സെന്റിമീറ്റർ കൂടുതൽ മഴ ഈ പ്രദേശത്ത് ലഭിക്കും. വാർഷിക ഊഷ്മാവ് എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 60 മീറ്ററിന് മുകളിലുള്ള ധാരാളം വൃക്ഷങ്ങൾ, ഉയരത്തിൽ വളരുന്ന ധാരാളം വൃക്ഷങ്ങളെ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് പറ്റും. മഹാഗണിയുണ്ട്, എബണിയുണ്ട്, റോസ്വുഡ് ഉണ്ട്. ഇവിടുത്തെ സവിശേഷ വൃക്ഷങ്ങളാണ്. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു ലോകത്തെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണെന്ന് പറഞ്ഞു. അത് ലോകത്തിൻ്റെ കാര്യത്തിലാണ്. അതേസമയം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് തരം വനങ്ങളാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള വനങ്ങളാണ് എന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. അതിനെ നമ്മൾ പറയും മൺസൂൺ കാടുകൾ. അപ്പോൾ മൺസൂൺ കാടുകൾ എന്നറിയപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, അല്ലെ. അതേസമയം മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന വനങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൺസൂൺ കാടുകൾ എന്നറിയപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. ഇനി ഇവിടുത്തെ വാർഷിക വർഷപാതമോ? വാർഷിക വർഷപാതം എന്ന് പറഞ്ഞാൽ 75 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയ്ക്കാണ്. വാർഷിക വർഷപാതം 75 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയ്ക്കാണ്. നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല. 200 സെന്റിമീറ്ററിന് മുകളിലായിരിക്കും ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്തെ വാർഷിക വർഷപാതം. ഇവിടെ എങ്ങനെയാണ്? 75 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയ്ക്കാണ്. നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിന് എത്രത്തോളം ഗൗരവത്തിൽ കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ചില ചോദ്യ മാതൃകകളുണ്ട്. കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ, ഇന്ത്യയിലെ വനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. അത് ഈ പറഞ്ഞ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. അവിടെ ഈ ഇതുപോലെ ഫിഗറുകൾ വയ്ക്കും, അല്ലാതെയുള്ള ഫാക്റ്റുകളൊക്കെ വെച്ച് ഇങ്ങനെ തരുമ്പോൾ ചോദ്യം പ്രയാസമായിക്കൊണ്ടിരിക്കും. നമ്മൾ ഓരോന്നോരോന്നായിട്ട് അടർത്തിയെടുത്ത് പറയുന്നത് കൊണ്ടാണ് ഇത് എളുപ്പമാണെന്ന് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. 200 സെന്റിമീറ്റർ കൂടുതൽ മഴ ലഭിക്കും ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്ത്. അതേസമയം ഇലപൊഴിയും കാടുകളിൽ അല്ലെങ്കിൽ ഇലപൊഴിയും വനങ്ങളിൽ അവിടുത്തെ വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 75 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയ്ക്കാണ്. അപ്പം അത് ശ്രദ്ധിച്ചു വെക്കണം. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ പറഞ്ഞു ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്ന് പറഞ്ഞു, അല്ലേ. ഈ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കും. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കും. ഒന്ന് ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും വനങ്ങൾ, അതായത് ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഡ്രൈ ഡെസിഡിയസ്, ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്, ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും വനങ്ങൾ. പിന്നെ വേറൊരു തരംതിരിവ് എങ്ങനെയാണ്? ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും വനങ്ങൾ അഥവാ ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്, അല്ലെ. അപ്പൊ പറഞ്ഞെന്താണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ആ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ വാർഷിക വർഷപാതം പറഞ്ഞതാണ് 75 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയ്ക്കാണ്, അല്ലെ. അപ്പോൾ ആ വനങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വീണ്ടും എങ്ങനെയാണ്? വരണ്ട ഇലപൊഴിയും വനങ്ങളെന്നും ആർദ്ര ഇലപൊഴിയും വനങ്ങളെന്നും രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് തരം വനങ്ങളാണ് എന്ന് ചോദിക്കുമ്പോൾ ഇലപൊഴിയും വനങ്ങൾ എന്ന് നിങ്ങൾ എഴുതിയാൽ അത് ശരിയായ ഉത്തരമാണ്. ശരിയാണ്, ആ ഉത്തരം ശരിയാണ്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള വനങ്ങൾ എന്ന് ചോദിക്കുകയും ആർദ്ര ഇലപൊഴിയും വനങ്ങൾ, വരണ്ട ഇലപൊഴിയും വനങ്ങൾ എന്ന് തരികയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ എഴുതേണ്ട ഉത്തരം ഏതാണ്? അത് ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും വനങ്ങളാണ്. ഇലപൊഴിയും വനങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ എവിടെയുള്ളത്? ഇന്ത്യയിലുള്ളത്. അതേസമയം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് തരം വനങ്ങളാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്.
കേരളത്തിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും വനങ്ങളുണ്ട്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. രാജ്യത്ത് ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും വനങ്ങളാണ്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിലെ സവിശേഷ വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് അല്ലെ? ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്തെ സവിശേഷ വൃക്ഷങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? മഹാഗണി ഉണ്ട് എന്ന് പറഞ്ഞു, കരിമരം അഥവാ വേറൊരു പേര് പറഞ്ഞു എബണി ഉണ്ടെന്ന് പറഞ്ഞു, റോസ്വുഡ് അഥവാ ഈട്ടി അല്ലെങ്കിൽ വീട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ആർദ്ര അല്ലെങ്കിൽ ഈ പറഞ്ഞ വരണ്ട ഇലപൊഴിയും കാടുകളിൽ പൊതുവിൽ നമുക്ക് ഇലപൊഴിയും കാടുകളിലെ വൃക്ഷങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഒന്ന് തേക്ക്. തേക്ക് എവിടെയുള്ളതാണ്? ഇലപൊഴിയും വനങ്ങളിലെ വൃക്ഷമാണ്, സവിശേഷ വൃക്ഷമാണ് തേക്ക്. ഇലപൊഴിയും വനങ്ങളിലുള്ള സവിശേഷ വൃക്ഷമാണ് തേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചന്ദനം, വേപ്പ്, ടെണ്ടു മരം. ഇത്രയും വൃക്ഷങ്ങൾ ഒന്ന് പരിചയപ്പെടണം തൽക്കാലം. തേക്ക്, ചന്ദനം, വേപ്പ്, ടെണ്ടു മരം. ടെണ്ടു മരം. ശരി. അപ്പൊ അതില് തേക്കെന്ന് പറയുന്ന വൃക്ഷം ഞാൻ പറഞ്ഞു അതൊരു ഇലപൊഴിയും വനങ്ങളിൽ പെടുന്ന വൃക്ഷമാണ്. അതിൽ ഏത് എന്ന് ചോദിച്ചാൽ ആർദ്ര ഇലപൊഴിയും വനങ്ങളിൽ വരുന്ന വൃക്ഷമാണ് ഏത്? തേക്ക്. ആർദ്ര ഇലപൊഴിയും വനങ്ങളിലാണ് കൂടുതലായിട്ടും ഇന്ത്യയിൽ ഏത് മരം കാണപ്പെടുന്നത്? തേക്ക് മരം കാണപ്പെടുന്നത്. ആർദ്ര ഇലപൊഴിയും വനങ്ങളിലെ സവിശേഷമായുള്ള വൃക്ഷമാണ്. പൊതുവിൽ നമുക്ക് ഇലപൊഴിയും എന്ന് പറയാമെങ്കിലും എടുത്തു പറയണം ആർദ്ര ഇലപൊഴിയും വനങ്ങളിലെ സവിശേഷ വൃക്ഷമാണ് ഏത്? തേക്ക്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. തേക്കിന്റെ ശാസ്ത്രീയ നാമം എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ടെക്ടോണ ഗ്രാൻഡിസ്. ടെക്ടോണ ഗ്രാൻഡിസ്. തേക്കിന്റെ എന്താണ് പറഞ്ഞത്? തേക്കിന്റെ ശാസ്ത്രീയ നാമം ടെക്ടോണ ഗ്രാൻഡിസ്. തേക്ക് മരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേക്ക് മരം കാണപ്പെടുന്നത് എവിടെയും ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് ചന്ദനം. ചന്ദനം എന്ന് പറയുന്നത് വരണ്ട ഇലപൊഴിയും കാടുകളിലാണ് കാണപ്പെടുന്നത്. ചന്ദനം കാണപ്പെടുന്നത് എവിടെയാണ്? ഇലപൊഴിയും കാടുകളിലാണ്. അതിലെവിടെയാണ്? വരണ്ട ഇലപൊഴിയും കാടുകളിലാണ് ചന്ദനമരം കാണപ്പെടുന്നത്. ചന്ദനമരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? സാൻഡാലം ആൽബം. സാൻഡാലം ആൽബം. സാൻഡൽ ചന്ദനം നമുക്കറിയാം. സാൻഡാലം ആൽബം അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? അത് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ്. കർണാടകയിലാണ് അല്ലെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. അപ്പോൾ പറഞ്ഞു തേക്ക് മരം അത് ആർദ്ര ഇലപൊഴിയും വനങ്ങളിലെ സവിശേഷ വൃക്ഷമാണ്. ടെക്ടോണ ഗ്രാൻഡിസ് എന്നുള്ള പേരിൽ അറിയപ്പെടും. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ്. ചന്ദനമരം അത് വരണ്ട ഇലപൊഴിയും കാടുകളിലാണ് ആ വൃക്ഷം കാണപ്പെടുന്നത് കൂടുതലായിട്ടും. അതൊരു പരാത സസ്യം കൂടിയാണ് അല്ലെ? ചന്ദനമരം എന്ന് പറയുന്നത് ഒരു പരാത സസ്യം കൂടിയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിനകത്ത് പറയാം. അപ്പൊ ആ ചന്ദനമരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? സാൻഡാലം ആൽബം. സാൻഡാലം ആൽബം എവിടെയാണ് കാണപ്പെടുന്നത്? കൂടുതലും കാണപ്പെടുന്നത് എവിടെയാണ്? കർണാടക സംസ്ഥാനത്തിലാണ്. ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങളുള്ളത് കർണാടകയിലാണ്. ഇത് പറയുമ്പോൾ കേരളത്തിലും ചന്ദനമരങ്ങൾ ഇല്ലേ? ഉണ്ട്. എവിടെയാണ് കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത്? എവിടെയാണ്? മറയൂരാണ് അല്ലെ? ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ് ചന്ദനമരങ്ങൾ കേരളത്തിൽ കൂടുതലായിട്ട് ഉള്ളത്. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു മരം വേപ്പ് മരം. വേപ്പ് മരം അതും വരണ്ട ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് വേപ്പ് മരം. വേപ്പ് മരത്തിന്റെ ശാസ്ത്രീയ നാമവും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. അസഡറിക്റ്റ ഇൻഡിക്ക. അസഡറിക്റ്റ ഇൻഡിക്ക എന്തിന്റെ ശാസ്ത്രീയ നാമം എന്ന് ചോദിച്ചാൽ വേപ്പ് മരത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. വേപ്പ് മരത്തിൽ നിന്നും അല്ലെങ്കിൽ വേപ്പിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു എക്സ്ട്രാക്ട് ഉണ്ട്, വേർതിരിച്ചെടുക്കുന്ന ഒരു ദ്രവ്യം. ആ പറഞ്ഞതിനെ പറയുന്നതാണ് അസഡിറക്റ്റിൻ. എന്താണ്? അസിഡറാക്റ്റിൻ. അസിഡറാക്റ്റിൻ എന്ന് പറയുന്നത് വേപ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു എക്സ്ട്രാക്റ്റ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ളത് പ്രധാനമാണ്. ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ്. വേപ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ദ്രവം അസഡിറാക്റ്റിൻ. എന്താണ്? അസഡിറാക്റ്റിൻ ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കും. അപ്പോ അസഡിറിക്റ്റ ഇൻഡിക്ക എന്ന് പറയുന്നത് വേപ്പ് മരത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വരണ്ട ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന മറ്റൊരു സവിശേഷ വൃക്ഷമാണ്
ടെണ്ടു മരം. എന്താണ്? ടെണ്ടു മരം അല്ലെ? അതൊരു പക്ഷെ നിങ്ങൾക്ക് പരിചയം കാണത്തില്ല. ടെണ്ടുൽക്കറിനെ പരിചയം കാണും, പക്ഷെ ടെണ്ടു മരം വലിയ പരിചയം കാണത്തില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു മരമാണ്, അല്ലെങ്കിൽ മരവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നം നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. ബീഡി വ്യവസായം എന്ന് കേട്ടിട്ടുണ്ടോ? അതിലെ ബീഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു ഇല ഉപയോഗിക്കാറുണ്ട്. ബീഡി തെറുക്കാൻ വേണ്ടിയിട്ട് ഇല ഉപയോഗിക്കാറുണ്ട്. അതിനകത്താണ് ഈ ചുക്കൊക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ ബീഡി ചേർത്ത് ഈ പറഞ്ഞ നൂല് കെട്ടി എടുക്കുന്നത്. അപ്പൊ ആ ഇല കിട്ടുന്നത് ഏത് മരത്തിൽ നിന്നാണ്? ടെണ്ടു മരത്തിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യ ടുബാക്കോ വ്യവസായത്തിന് പേര് കേട്ട ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക വശങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വൃക്ഷമാണ് ടെണ്ടു മരം. വരണ്ട ഇലപൊഴിയും കാടുകളിലാണ് ടെണ്ടു മരം ഉള്ളത്. അതിൻ്റെ ഇലയാണ് ഇന്ത്യയിൽ ബീഡി വ്യവസായത്തിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്തു വെക്കണം, ടെണ്ടു മരം. അപ്പോൾ ആ ടെണ്ടു മരം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. തേക്ക് കൂടുതൽ മധ്യപ്രദേശിലാണ്. ടെണ്ടു മരം കൂടുതൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ചന്ദന മരം കൂടുതൽ എവിടെയാണ്? കർണാടകയിലാണ്. ഇനി അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് പോവാം. കോലരക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വേറൊരു വാക്ക് പരിചയപ്പെട്ടു, നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, NTFP. എന്താണ് NTFP എന്ന് നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് അല്ലെ? അപ്പൊ കാട്ടിൽ നിന്ന് തടി കിട്ടും, അതൊരു ടിമ്പർ പ്രൊഡക്റ്റ് ആണ്. തടി ഉൽപ്പന്നം, തടി തന്നെയാണ് അവിടുത്തെ ഉൽപ്പന്നം. തടി ഇതര ഉൽപ്പന്നം, അതിനെയാണ് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാട്ടിൽ നിന്ന് തേന് കിട്ടുന്നു, അതൊരു ഈ പറഞ്ഞ എന്താണ്? നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതുപോലൊരു ഉൽപ്പന്നമുണ്ട് കോലരക്ക്. ഒരിനം പശയാണ്, ഒരു ഷഡ്പദത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പശയാണ്. ലാക്ക് എന്ന് പറയുന്ന ഒരു ഷഡ്പദമുണ്ട്, LAC, ലാക്ക് എന്നറിയപ്പെടുന്ന ഒരു ഷഡ്പദമുണ്ട്. അത് ഈ പറഞ്ഞ പുറപ്പെടുവിക്കുന്ന ഒരു ഒരു ഇനം പശയാണ്. അതിൻ്റെ ഒരു ഫെറമോണാണ്. അത് ഈ പറഞ്ഞ മരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും, അതിനെ അടർത്തിയെടുക്കും. അത് പിന്നീട് ഈ പറഞ്ഞ സീലിംഗ് വാക്സ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സീലിംഗ് വാക്സ് എന്ന് പറയും. പണ്ട് ഒരുപാട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് സീലിംഗ് വാക്സുകളുടെ നിർമ്മാണത്തിന്. ഇന്ന് പെയിന്റ് നിർമ്മാണത്തിനും വാർണിഷ് നിർമ്മാണത്തിന് ഒക്കെ ഉപയോഗിക്കുന്ന ഒരിനം പശയാണ് ഏത്? കോലരക്ക്. വളരെ പ്രാധാന്യമുള്ള ഒരു വന ഉൽപ്പന്നമാണ്. അതായത് വന ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ തടി ഇതര വന ഉൽപ്പന്നമാണ് ഏത്? കോലരക്ക്. അവിടെ ഒരു നല്ലൊരു ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോലരക്ക് ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് എന്നുള്ളത് നല്ല ചോദ്യമായിരിക്കും. ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോലരക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. അപ്പൊ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഏതിനെ കുറിച്ചാണ്? ഇലപൊഴിയും കാടുകൾ അല്ലെ? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. അവിടുത്തെ വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 75 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയ്ക്കാണ്. അവിടെ വരണ്ട ഇലപൊഴിയും വനങ്ങളുണ്ട്. വരണ്ട ഇലപൊഴിയും വനങ്ങളിലെ വാർഷിക വർഷപാതം എന്ന് എടുത്ത് ചോദിച്ചാൽ വരണ്ടത് എന്നല്ലേ? അപ്പോൾ ഒരുപാട് എന്തുണ്ടാവില്ല? മഴയുണ്ടാവില്ല. 75 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയ്ക്കാണ് അവിടുത്തെ മഴ, വരണ്ട ഇലപൊഴിയും കാടുകളിൽ. അതേസമയം ആർദ്ര ഇലപൊഴിയും കാടുകൾ, ആർദ്രമെന്ന് കേൾക്കുമ്പോഴേ അറിയാം ഈർപ്പം കൂടുതലുണ്ട്. ആർദ്ര ഇലപൊഴിയും കാടുകളിൽ അങ്ങനെയാണെങ്കിൽ അവിടെയാണ് തേക്ക് മരം ഉള്ളത് അല്ലെ? അവിടെ വർഷപാതം കുറച്ച് കൂടുതലായിരിക്കും. തേക്ക് മരത്തിന് അത്യാവശ്യം മഴയും തണുപ്പും ഒക്കെ വേണം, അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ആർദ്ര ഇലപൊഴിയും കാടുകളിൽ തേക്ക് മരം ധാരാളമായിട്ട് ഉള്ളത്. അപ്പൊ അതിൻ്റെ വർഷപാതം, ആർദ്ര ഇലപൊഴിയും കാടുകളിലെ വർഷപാതം എന്ന് പറയുന്നത് 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയ്ക്കായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ കളക്റ്റീവായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞത് 75 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ മഴയാണ് ഇലപൊഴിയും കാടുകളിൽ വാർഷിക വർഷപാതം ലഭിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ച് വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മുൾക്കാടുകൾ അല്ലെ? തോൺ ഫോറസ്റ്റ് അഥവാ മുൾക്കാടുകൾ. ഈ മുൾക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് എങ്ങോട്ട് പോകും? രാജസ്ഥാൻ മരുപ്രദേശത്തോട്ട് പോകും അല്ലെ? ഒരു വരണ്ട ഈ പറഞ്ഞ മരുപ്രദേശമാണല്ലോ രാജസ്ഥാൻ. അവിടെ താർ മരുപ്രദേശം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലും പാകിസ്ഥാനിലും കൂടെ കിടക്കുന്ന ഒരു ഈ പറഞ്ഞ മരുപ്രദേശമാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് അത് ഒതുങ്ങി നിൽക്കുന്നില്ല. രാജസ്ഥാനിൽ, ഗുജറാത്തിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ചാബിൽ, ഹരിയാനയിലായിട്ടൊക്കെ
വ്യാപിച്ചു കിടക്കുന്ന ഒരു മരുപ്രദേശമാണ് ഈ പറഞ്ഞ താർ മരുപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഈ പറഞ്ഞ കാടുകൾ, അതിനെയാണ് നമ്മൾ മുൾക്കാടുകൾ എന്ന് വിളിക്കുന്നത്. അത് നമ്മളിപ്പോൾ പറഞ്ഞ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലപൊഴിയും വനങ്ങളെപ്പോലെ അത്രയ്ക്ക് ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഒന്നും അല്ല. ഈ പറഞ്ഞ വൃക്ഷമേലാപ്പ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈ പറഞ്ഞ ഡെൻസിറ്റി ഉള്ള വൃക്ഷമേലാപ്പൊന്നും ആയിരിക്കത്തില്ല. മുൾക്കാടുകൾ, അവിടുത്തെ സവിശേഷമായിട്ടുള്ള വൃക്ഷം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഏതാണ്? കാക്ടസ്, കള്ളിമുൾ ചെടി അല്ലെ. അങ്ങനെയുള്ള മുൾക്കാടുകളിലെ ഈ പറഞ്ഞ സവിശേഷ സസ്യം ഏത് എന്ന് ചോദിച്ചാൽ കാക്ടസ് ആണ് അല്ലെ. കാക്ടസ്, ചെറിയ തരത്തിലുള്ള പനമരങ്ങളും ഒക്കെ ഈ പറഞ്ഞ ആ ഭാഗത്തുണ്ടാവും. അപ്പോൾ മുൾക്കാടുകൾ. അപ്പം അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവിടുത്തെ വാർഷിക വർഷപാതം. വാർഷിക വർഷപാതം ഈ പറഞ്ഞ മരുപ്രദേശത്ത് വളരെ കുറവായിരിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് 75 സെൻറ്റിമീറ്ററിനും താഴെയായിരിക്കും. മുൾക്കാടുകളിലെ വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 75 സെൻറ്റിമീറ്ററിനും താഴെയായിരിക്കും. ഏതൊക്കെ പ്രദേശത്താണ് ഈ പറഞ്ഞ ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ പറഞ്ഞ മുൾക്കാടുകൾ കാണാൻ സാധ്യത എന്ന് ചോദിച്ചാൽ ആ താർ മരുപ്രദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ അത് ഈ പറഞ്ഞ സ്ഥലത്താണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ വരണ്ട മരുപ്രദേശത്ത് കാണപ്പെടുന്ന സസ്യങ്ങൾ, വരണ്ട മരുപ്രദേശത്ത് കാണപ്പെടുന്ന സസ്യങ്ങളെ പൊതുവെ ഒരു പേര് പറയാറുണ്ട്, എറിമോഫൈറ്റ്സ്. എന്താണ്? വരണ്ട മരുപ്രദേശത്ത് കാണപ്പെടുന്ന സസ്യജാലങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഭാഗത്ത് കാണുന്ന സസ്യജാലങ്ങളെ പൊതുവെ പറയുന്നതാണ് ഏത്? എറിമോഫൈറ്റ്സ്. അപ്പോൾ എറിമോഫൈറ്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തുള്ള സസ്യങ്ങളൊക്കെ കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ്? വരണ്ട മരുപ്രദേശത്താണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മരുപ്രദേശത്തുള്ള ഈ പറഞ്ഞ മുൾക്കാടുകളിലുള്ള ഈ പറഞ്ഞ സസ്യജാലങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? എറിമോഫൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫൈറ്റൺ എന്ന് പറയുന്ന വാക്ക്, ഫൈറ്റൺ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പ്ലാന്റ് എന്നാണ്. ഫൈറ്റൺ എന്ന വാക്കിന് പ്ലാന്റ് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈഡ്രോഫൈറ്റ്സ്. ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ. ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് താമരയും ആമ്പലും ഒക്കെ ഹൈഡ്രോഫൈറ്റ്സ് ആണെന്ന് പറയും അല്ലേ. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളോ അതിനെ നമ്മൾ പറയുന്നത് മെസോഫൈറ്റ്സ് എന്നാണ്. എങ്ങനെ പറയും? മെസോഫൈറ്റ്സ്. അതേസമയം തീരെ വരണ്ട ആവാസ വ്യവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് ജലമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ആവശ്യത്തിന് ജലമില്ലാത്ത തീരെ വരണ്ട ആവാസ വ്യവസ്ഥയിൽ വളരുന്ന സസ്യങ്ങളെ നമ്മൾ പറയും സീറോഫൈറ്റ്സ് എന്ന് പറയും. എങ്ങനെ പറയും? സീറോഫൈറ്റ്സ് എന്നും പറയാറുണ്ട്. സീറോഫൈറ്റ്സ്, സെറിക് കണ്ടീഷൻ. ആ സെറിക് കണ്ടീഷനിൽ വരണ്ട ആവാസ വ്യവസ്ഥയിൽ വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ സീറോഫൈറ്റ്സ് എന്ന് പറയാറ് അല്ലെ. അപ്പൊ ഹൈഡ്രോഫൈറ്റ്സ് ഉണ്ട്, സീറോഫൈറ്റ്സ് ഉണ്ട്. ഹൈഡ്രോഫൈറ്റ്സ് എവിടെയാണ്? വെള്ളത്തിലാണ്. സീറോഫൈറ്റ്സ് എവിടെയാണ്? വെള്ളമില്ലാത്ത മരുപ്രദേശത്തിലാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് മെസോഫൈറ്റ്സ്, ആവശ്യത്തിന് ജലമുള്ള ചുറ്റുപാടുകളിൽ വളരുന്ന സസ്യങ്ങൾ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്നുള്ള അർത്ഥമാണ് മെസോയ്ക്കുള്ളത്. നിങ്ങൾ മെസോപ്പൊട്ടോമിയ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ജനതയെക്കുറിച്ചൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ് മെസോപ്പൊട്ടോമിയ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഇൻ ബിറ്റ്വീൻ 2 റിവേഴ്സ് എന്നുള്ളതാണ് അല്ലെ മെസോപ്പൊട്ടോമിയ. അതുപോലെ ഇവിടെ മെസോഫൈറ്റ്സ് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ്? ആവശ്യത്തിന് ജലം കിട്ടുന്ന ചുറ്റുപാടിൽ വളരുന്നവ, വെള്ളത്തിലുമല്ല മരുഭൂമിയിലുമല്ല. മെസോഫൈറ്റ്സ്, ഹൈഡ്രോഫൈറ്റ്സ്, മെസോഫൈറ്റ്സ്, സീറോഫൈറ്റ്സ്. അപ്പോൾ വരണ്ട ആവാസ വ്യവസ്ഥയിൽ വളരുന്ന സസ്യങ്ങളാണ് സീറോഫൈറ്റ്സ് എന്ന് പറഞ്ഞാലും അതിനകത്ത് തെറ്റില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാണ്, മരുപ്രദേശങ്ങളിൽ വളരുന്ന സവിശേഷ സസ്യങ്ങളാണ് എറിമോഫൈറ്റ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ചോയ്സ് നോക്കുമ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നിരിക്കുന്നത് വേറൊരു വാക്കായിരിക്കും. ഏതാണ്? സീറോഫൈറ്റ്സ്. പക്ഷെ കുറച്ചുകൂടി ശരി, പലതുകൊണ്ടും എറിമോഫൈറ്റ്സ് ആണ്, അതിനകത്തോട്ട് വരുന്നില്ല. അപ്പോൾ എറിമോഫൈറ്റ്സ് കണ്ടില്ലെങ്കിൽ എന്ത് എഴുതിക്കോണം? സീറോഫൈറ്റ്സ് എന്ന് എഴുതിക്കോണം. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് കുറ്റിക്കാടുകൾ അല്ലെ.
കുറ്റിക്കാടുകൾ. ആ കുറ്റിക്കാടുകളെ കുറിച്ച് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? വൃക്ഷമേലാപ്പിന്റെ അടിസ്ഥാനത്തിൽ വനങ്ങളെ തരംതിരിച്ചപ്പോൾ നമ്മൾ പൊതുവിൽ പറഞ്ഞപ്പോൾ നമ്മൾ കുറ്റിക്കാടുകളെ കുറിച്ച് സ്ക്രബ് എന്ന് പറയുന്ന കുറ്റിക്കാടുകളെ കുറിച്ച് പറഞ്ഞായിരുന്നു. സ്ക്രബ് എന്ന് തന്നെയാണ് ശരി, ഷ്രബ് എന്നല്ല. സ്ക്രബ്, SCRUB, സ്ക്രബ്. അവിടെയുള്ള സവിശേഷ സസ്യങ്ങൾ, കുറ്റിക്കാടുകളിലുള്ള സവിശേഷ സസ്യങ്ങളെ പൊതുവെ പറയുന്നതാണ് ഏത്? കാമേഫൈസ്. ഏതാണ്? കാമേഫൈസ് അല്ലെ. കുറ്റിക്കാടുകളിലുള്ള സവിശേഷ സസ്യങ്ങളാണ് ഏത്? കാമേഫൈസ്. അപ്പോ ആ പറഞ്ഞ വാക്കുകളൊന്ന് ഓർത്തു വയ്ക്കുക. എറിമോഫൈസ് വരണ്ടാവാസ വ്യവസ്ഥയിൽ മരുപ്രദേശങ്ങളിൽ. സീറോഫൈസ് ഏതാണ്ട് സമാന ഗതിയിലുള്ള സസ്യങ്ങൾ തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കാമേഫൈസ് കുറ്റിക്കാടുകളിലുള്ള സസ്യങ്ങളെ പൊതുവെ വിളിക്കുന്നത് അങ്ങനെയാണ്, കാമേഫൈസ്. ശരി, അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കണ്ടൽ കാടുകൾ. കണ്ടൽ കാടുകൾ. കണ്ടൽ കാടെന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുണ്ട്. കുറച്ചു കാലം കൊണ്ട് നമ്മൾ പല വിഷയങ്ങളും പഠിക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ളത് ഏത് സംസ്ഥാനത്താണ്? അതാണ് ഏറ്റവും നല്ല ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ് അല്ലെ. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ്. ഏതാണ്? ഗുജറാത്ത്. മാറിപ്പോകരുത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ്. അത് മാറത്തില്ല. രണ്ടാമത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. അതേതാണ്? ഗുജറാത്താണ്. ഏതാണ്? ഗുജറാത്ത്. അതങ്ങനെ തിരിഞ്ഞു പോകാതെ നോക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏത് എന്നുള്ള ചോദ്യത്തിന് വേറെ രീതിയിലും നമുക്ക് ഒരു ചോദ്യം ഫ്രെയിം ചെയ്യാം. എങ്ങനെയാണ്? ലോകത്തെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏത് എന്ന് ചോദിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ഒന്നാണ്. ഏതാണ്? സുന്ദർബൻസ് അല്ലെ. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻസ്. അടുത്തതാണ് ചോദ്യം. അടുത്ത ചോദ്യം, സുന്ദർബൻസ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പിച്ചാവരം എന്ന് പറയുന്ന ഒരു കണ്ടൽക്കാടാണ്. പിച്ചാവരം അല്ലെ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് ഏതെന്ന് പറഞ്ഞു? സുന്ദർബൻസ് എന്ന് പറഞ്ഞു. സുന്ദർബൻസ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതെന്ന് ചോദിച്ചാൽ അത് പിച്ചാവരം കണ്ടൽക്കാടാണ്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ്. പിച്ചാവരം എന്ന് പറയുന്ന കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്, പിച്ചാവരം ഒരു സ്ഥലത്തിന്റെ പേര് കൂടിയാണ്, കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ്. പിച്ചാവരം കണ്ടൽക്കാടുകൾ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, തിരിഞ്ഞു പോകരുത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് പശ്ചിമ ബംഗാളിൽ, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ളത് ഗുജറാത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കണ്ടൽക്കാട് എന്ന് ചോദിച്ചാൽ പിച്ചാവരം, തമിഴ്നാട്. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. ഇനി അവിടെ ഒരു വാക്ക് പരിചയപ്പെടണം, പരീക്ഷയ്ക്ക് ചോദിക്കും. അതെന്താണ്? എക്കോട്ടോൺ. എന്താണ്? എക്കോട്ടോൺ. എന്താണ് എക്കോട്ടോൺ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പരിവർത്തന മേഖല. എക്കോട്ടോൺ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മലയാളീകരിച്ചു കഴിഞ്ഞാൽ പരിവർത്തന മേഖല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നോക്ക്, സമുദ്രം. സമുദ്രത്തിൽ കുറെ ജീവികളുണ്ട്, സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥ. അപ്പോൾ സമുദ്ര ജീവിതവുമായി പൊരുത്തപ്പെട്ട് കഴിയുന്ന ജീവജാലങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അഡാപ്റ്റേഷൻസ്, അനുകൂലനങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്ക് പോയി സമുദ്രത്തിൽ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളാണ്. അപ്പൊ കരയിലെ ജീവികൾക്ക് അതിൻ്റെതായ സവിശേഷതകളുണ്ട്, സമുദ്ര ജീവികൾക്ക് അതിൻ്റെതായ സവിശേഷതകളുണ്ട്. കണ്ടൽക്കാടെന്ന് പറയുമ്പോൾ എവിടെയാണ്? കണ്ടൽക്കാടെന്ന് പറയുമ്പോൾ സമുദ്രത്തിലും അല്ല കരയിലും അല്ല, ഇതിന് രണ്ടിൻ്റെയും ഈ പറഞ്ഞ് ചേരുന്ന ഭാഗത്തുള്ള സവിശേഷമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകളിലുള്ളത് അല്ലേ. അപ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടാവും. അപ്പോൾ രണ്ട് ആവാസ വ്യവസ്ഥകൾക്കിടയിലുള്ള ഒരു പരിവർത്തന മേഖലയായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗത്തെ നമ്മൾ എങ്ങനെ വിളിക്കും? എക്കോട്ടോൺ എന്ന് വിളിക്കും അല്ലെ. അപ്പൊ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയിൽ നിന്നും കരയിലെ ആവാസ വ്യവസ്ഥയിലോട്ടുള്ള ഒരു മാറ്റം സൂചിപ്പിക്കുന്ന പ്രദേശം എന്നുള്ള രീതിയിൽ കണ്ടാൽ അതൊരു എക്കോട്ടോൺ ആണ്. ഇപ്പൊ ഒരു കുളം കഴിഞ്ഞിട്ട് ഒരു ചതുപ്പ് നിലം, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സമതലമായിട്ടുള്ള ഒരു പ്രദേശം അല്ലെ, സമതലമായിട്ടുള്ള ഒരു കരഭൂമി,
അപ്പോൾ ഇവിടെ മാർഷ് ലാൻഡ് അല്ലെങ്കിൽ ആ ചതുപ്പ് സ്ഥലം എന്ന് പറഞ്ഞത് എന്താണ്? ഒരു എക്കോട്ടോൺ ആണ്. കുളം എന്ന് പറയുന്നത് വേറൊരു സ്വഭാവം, മാർഷ് ലാൻഡിന് വേറൊരു സ്വഭാവം, കരയ്ക്ക് വേറൊരു സ്വഭാവം. അപ്പോൾ ഈ കുളത്തിൽ നിന്ന് കരയിലോട്ടുള്ള മാറ്റം സൂചിപ്പിക്കുന്ന ഒരു പരിവർത്തന മേഖലയാണ് ഏത്? ഈ പറഞ്ഞ മാർഷ് ലാൻഡ് അഥവാ ചതുപ്പ് സ്ഥലം. അപ്പോൾ അതൊരു എക്കോട്ടോൺ ആണെന്ന് പറയാം. അപ്പോൾ ഒരു പ്രസ്താവന തരാണ്, കണ്ടൽക്കാടുകൾ എക്കോട്ടോണിന് ഉദാഹരണമാണ് എന്ന് ഞാൻ ഒരു പ്രസ്താവന പറഞ്ഞാൽ ആ പ്രസ്താവന ശരിയോ തെറ്റോ? ശരി. ആ പ്രസ്താവന ഏതാണ്? ശരി. അപ്പൊ അത് പരീക്ഷയുടെ ഒരു മാർക്കാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കണ്ടൽക്കാടുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന വേറൊരു വാക്കാണ് വിവിപാരി. വിവിപാരി എന്താണ് വിവിപാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജീവനോടെയുള്ള ജനനം. ജീവനോടെയുള്ള ജനനം. ഒരു കോഴി മുട്ടയിടുന്നു. മുട്ടയിടുമ്പോൾ മുട്ട ജീവനുള്ളതല്ല. മുട്ട പിന്നെ ഈ പറഞ്ഞ ഇൻക്യുബേറ്ററിലോ അല്ലാതെയൊക്കെ വെച്ച് ഈ പറഞ്ഞ് വിരിഞ്ഞു വരുമ്പോഴാണ് ഈ പറഞ്ഞ് എന്താവുന്നത്? ഒരു ജീവിയാവുന്നത്. അപ്പോൾ സഡനായിട്ട് ജീവിയല്ല അവിടെ ഉണ്ടായത്. കോഴിയിൽ നിന്നും പെട്ടെന്ന് കോഴിക്കുഞ്ഞുണ്ടായില്ല. മുട്ടയാണ് പിന്നീട് എന്തായത്? ഈ പറഞ്ഞ ജീവിയായിട്ട് മാറിയത്. പക്ഷെ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. ഒരു കുഞ്ഞ് ജനിക്കുന്നു, മുട്ടയല്ലല്ലോ, കുഞ്ഞ് ജനിക്കുന്നു. അപ്പോൾ ജീവനോടെയുള്ള ജനനം അതിനെ പറയുന്നതാണ് ഏത്? വിവിപാരി. വിവിപാരി. സസ്യങ്ങളുടെ കാര്യത്തിൽ ഇതെങ്ങനെ ശരിയാവും? സാധാരണഗതിയിൽ സസ്യങ്ങളുടെ കാര്യം എങ്ങനെയാണ്? സസ്യങ്ങൾ എന്ത് ചെയ്യും? പൂക്കും. പൂത്ത് കഴിഞ്ഞാൽ അത് കായ്ക്കും, അത് കായാവും. ആ കായ എന്ത് ചെയ്യും? പൊട്ടി താഴെ വീഴും. പൊട്ടി താഴെ വീഴുന്ന ആ കായ നമ്മൾ വിത്തെന്ന് പറയും. ആ വിത്ത് എന്ത് ചെയ്യും? അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും, മുളയ്ക്കും, അല്ലെ? അപ്പോൾ നല്ല ഉഷ്ണമുള്ള സമയത്ത്, നല്ല ഈ പറഞ്ഞ ചൂടുള്ള സമയത്ത് ചിലപ്പോൾ വിത്ത് മുളയ്ക്കണമെന്നില്ല. ഇത്രയും മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ വീണ് അനുകൂലമായിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഒരു വിത്ത് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ സൗകര്യം പോലെ മുളയ്ക്കുന്നത്. അങ്ങനെയാണല്ലോ? അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ മുട്ടയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. അതേസമയം വേറെ ചില സസ്യങ്ങളിൽ ഈ പറഞ്ഞ അതിൻ്റെ വിത്ത് അല്ലെങ്കിൽ അതിൻ്റെ പുതിയ ജീവി ഉണ്ടാവുന്ന വേറെ രീതിയിലാണ്. സസ്യങ്ങളിൽ വച്ച് തന്നെ, ആ സസ്യങ്ങളിൽ വെച്ച് തന്നെ ഈ പൂവുണ്ടായി, കായുണ്ടായി, അത് അവിടെ വെച്ച് തന്നെ പുതിയ സസ്യമായിട്ട് രൂപം കൊള്ളുന്നു. അതായത് മാതൃസസ്യത്തിൽ വെച്ച് തന്നെ പുതിയ സസ്യം രൂപം കൊള്ളുന്നു. രൂപം കൊണ്ടിട്ട് അത് പൊട്ടി താഴെ വീഴും. പൊട്ടി താഴെ വീണ് അത് വളരാനായിട്ട് തുടങ്ങും. വിത്ത് മുളയ്ക്കുന്ന കാലതാമസമൊന്നും അവിടെയില്ല. അപ്പൊ അത് സസ്യങ്ങളിലെ വിവിപാരി. സസ്യങ്ങളിലെ വിവിപാരി, ജീവനോടെയുള്ള ജനനം. അപ്പൊ അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വിവിപാരി എന്ന് പറയുന്ന സ്വഭാവം കാണിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിലുള്ള സസ്യങ്ങളിലാണ് എന്ന് ചോദിച്ചാൽ കണ്ടൽക്കാടുകളിലെ സസ്യങ്ങളിലാണ് ഈ പറഞ്ഞ വിവിപാരി എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉള്ളത്. അപ്പൊ രണ്ട് വാക്കുകളാണ് അവിടെ പഠിച്ചത്. ഒരു മാർക്ക്, വിലപ്പെട്ട ഒരു മാർക്ക് കിട്ടും. ഒന്ന് എക്കോട്ടോൺ, വേറൊന്ന് വിവിപാരി. ശ്രദ്ധിച്ചല്ലോ? അത് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പർവ്വത വനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, പർവ്വത വനങ്ങൾ അതിനെ ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ, ആംഗലേയവൽക്കരിക്കുമ്പോൾ മൗണ്ടൻ ഫോറസ്റ്റ് എന്ന് പറയരുത്. എന്താണ്? മൊണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് പറയണം. സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചില ചോദ്യ രീതികളൊക്കെ ഉണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ വനവിഭാഗത്തിൽ പെടാത്തത് എന്നും പറഞ്ഞ് തരും. എന്ന് പറഞ്ഞ് തരുമ്പോഴത്തേക്കും ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കാണും, ഇലപൊഴിയും വനങ്ങൾ കാണും. മൊണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് തന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പർവ്വത വനമേ അറിയാവൂ, മൊണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് കേട്ടിട്ടില്ല. അത് പർവ്വത വനമാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എഴുതും അത് ഇന്ത്യയിലുള്ള വനമല്ലെന്ന്. ഇന്ത്യയിലുള്ള വനമാണ്. ഏത്? മൊണ്ടെയിൻ ഫോറസ്റ്റ്. അതേസമയം ടൈഗ എന്ന് പറയുന്ന വനമുണ്ട്. ടൈഗ വനം ഇന്ത്യയിലുള്ള വനത്തിൽപ്പെടുന്ന ഒന്നല്ല. ടൈഗ അത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഉള്ള വനങ്ങളാണ്. ഏത്? ടൈഗ വനം എന്ന് പറയുന്നത്. നോട്ടിനകത്ത് അത് കൊടുത്തിട്ടുണ്ട്, ടൈഗ വനം. അപ്പോൾ പർവ്വത വനങ്ങൾ അഥവാ മൊണ്ടെയിൻ ഫോറസ്റ്റ് നമുക്കറിയാം. ഇന്ത്യയിൽ പ്രധാനമായിട്ടും പർവ്വത വനങ്ങൾ കാണപ്പെടുന്ന ഏരിയ ഏതാണ്? അത് ഹിമാലയ മേഖലയിലാണ്. എവിടെയാണ്? ഹിമാലയ മേഖലയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ പർവ്വത വനങ്ങൾ കാണപ്പെടുന്നത് ഹിമാലയ മേഖലയിലാണ്. അവിടെയുള്ള വനങ്ങൾ, ആ വനങ്ങളിൽ വരുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പൈൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവദാരു. ദേവദാരു പാകിസ്ഥാന്റെ ദേശീയ വൃക്ഷമാണ്, അല്ലെ? ദേവദാരു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെസ്നട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്ക ചെർ, അല്ലെ? അപ്പൊ ഹിമാലയൻ വനങ്ങൾ നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായിരിക്കും.
മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും മഞ്ഞ് വീണ് കെട്ട് നിന്നാൽ, ആ പറഞ്ഞ വൃക്ഷത്തിലും കെട്ടി നിന്നാൽ അത് തണ്ടൊടിഞ്ഞ് താഴെ വീഴും. നമ്മുടെ ഈ പറഞ്ഞ പുളിമരവും നമ്മുടെ ഈ പറഞ്ഞ മാവും ആ പറഞ്ഞ വൃക്ഷങ്ങളിലാണ് മഞ്ഞ് വീഴുന്നതെങ്കിൽ അത് കെട്ടി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഈ പറഞ്ഞ ഹിമാലയൻ വനങ്ങളിലുള്ള വൃക്ഷങ്ങളുടെ ഒരു പ്രകൃതം സ്വഭാവം നോക്കിയാൽ മനസ്സിലാവും. അതെന്താണ്, ഈ പറഞ്ഞ സ്തൂപിക ആഗ്ര രീതിയിലുള്ള ഈ പറഞ്ഞ ഒരു കോണിഫറസ് ആയിട്ടുള്ള ഒരു ആകൃതിയാണ് ഈ പറഞ്ഞ വൃക്ഷങ്ങൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞ് വീണാലും ഊർന്നതങ്ങ് പൊയ്ക്കോളും. അപ്പോൾ കോണിഫറസ് വനങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പർവ്വത മേഖലയിൽ നല്ല മഞ്ഞൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള വനങ്ങളാണ്. അതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞ അവിടെയുള്ള വൃക്ഷങ്ങളാണ് പൈന്, ദേവദാരു. പാകിസ്ഥാന്റെ ദേശീയ വൃക്ഷം ഏതാണ്? ദേവദാരു അല്ലെ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അത് പേരാലാണ്. ഏതാണ്? പേരാൽ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ പേരാലാണ്. അടുത്തത് ചെസ്നട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്ക്, ചെർ അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വെക്കണം? പർവ്വതവനങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വെക്കണം. ഇനി ഈ പറഞ്ഞതിൻ്റെയൊക്കെ നോട്ട് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പുസ്തകം വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. എനിക്കറിയാം നിങ്ങൾ ഇതിനോടകം ഒരു പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഒരു മഹാഭാരതം അല്ലെങ്കിൽ ഒരു രാമായണം, അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ട് ഈ പറഞ്ഞ കുന്തം വിഴുങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും പറഞ്ഞുകൂടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ കേൾക്കുമ്പോൾ എളുപ്പമുള്ളതായിട്ട് തോന്നും, പക്ഷേ ആ പുസ്തകം കണ്ടു കഴിഞ്ഞാൽ ഇത് കളഞ്ഞിട്ട് പോകാൻ തോന്നും. അങ്ങനെ നിങ്ങളെ കളഞ്ഞിട്ട് പോകാൻ അനുവദിക്കാത്ത ഒരു പുസ്തകം നിങ്ങൾ നോക്കുന്നുവെങ്കിൽ മഹാഭാരതവും രാമായണമൊന്നും അല്ലാതെ ഈ പറഞ്ഞ കുറച്ച് സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പരീക്ഷയ്ക്ക് 20 മാർക്കാണ് ഈ സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ളത്. ആ 20 മാർക്കിൽ ഒരു 10-18 മാർക്കും നിങ്ങൾക്ക് ഉറപ്പായും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ് നോക്കുന്നതെങ്കിൽ ഒറ്റ ദിവസം എന്നാണ് ഞാൻ പറയുന്നത്. രാവിലെ ഈ പറഞ്ഞ ഒരു 7-8 മണിക്ക് നിങ്ങൾ 2-3 കൂട്ടുകാരുമായിട്ട് ഇരുന്ന് ഒരു 10-12 മണി വരെ പഠിച്ച് വല്ലതും കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ച് തീരുമ്പോഴത്തേക്കും പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകം 18 മാർക്കും കിട്ടും. മഹാഭാരതം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാനും പറ്റത്തില്ല, പഠിക്കത്തുമില്ല, വെറുതെ ഈ പറഞ്ഞ പൈസ പോയി. പക്ഷേ ഇത് അങ്ങനത്തെ പുസ്തകമല്ല. ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുസ്തകത്തിൽ A to Z വായിച്ചിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയം അതിനകത്തുണ്ടെങ്കിൽ ഞാനിവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള നിങ്ങളുടെ സംശയം സോൾവ് ആവുകയും ചെയ്യും. മറ്റത് പുസ്തകം മാത്രമേ ഉള്ളൂ, ക്ലാസ് ഇല്ല. ഇവിടെ ഈ പറഞ്ഞ ഈ പുസ്തകത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ നിങ്ങൾക്ക് ക്ലാസ് കൂടി കിട്ടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് പുസ്തകത്തിൻ്റെ വിലയാണ് കോമഡി. എത്രയാണ്? 75 രൂപയാണ്. ഈ 75 രൂപയ്ക്ക് എവിടെ കിട്ടും? നിങ്ങളുടെ നാട്ടിൽ കിട്ടും, കാസർഗോഡ് കിട്ടും 75 രൂപയ്ക്ക്. അതിന് അയക്കാൻ വേണം 40 രൂപ. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പുസ്തകത്തിന് ഞങ്ങൾ എത്ര രൂപയാണ് വാങ്ങിക്കുന്നത്? പ്രിന്റ് ചെയ്യാൻ വേണം ഈ പറഞ്ഞ 10-20 രൂപ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ, ഇത് എഴുതാൻ, ഇതിനെല്ലാം ഉണ്ട്. അപ്പോൾ 75 രൂപയ്ക്ക് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് നോക്കി തരുന്നതല്ല. ഞങ്ങൾ ആൾറെഡി ചെയ്തു, ഞാൻ എഴുതിയ സാധനമാണ്, ഞാൻ എഴുതിയതാണ്, ഈ പുസ്തകം ഞാൻ എഴുതിയതാണ്. അതുകൊണ്ട് റോയൽറ്റി വേറെ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ എഴുതിയത്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ അത് വായിച്ചാൽ എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് പഠിക്കുന്നുവെങ്കിൽ സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ 10-18 മാർക്ക് കിട്ടുന്നുവെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം ഇതിൻ്റെ പ്രൊമോഷനൊന്നും അല്ല. നിങ്ങൾ വാങ്ങിച്ച് ഇത് ഈ പറഞ്ഞ ലാഭം ഉണ്ടാവാനൊന്നും എനിക്ക് പോകുന്നില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു പുസ്തകം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞു വെക്കണം, ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ഈ നമ്പർ ചിലപ്പോൾ എൻഗേജ്ഡ് ആയിരിക്കും, ഒരുപാട് പേര് വിളിക്കുന്ന ഒരു നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് കൊടുത്താൽ മതി, പുസ്തകം വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ച് വിളിച്ചുകൊള്ളാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ചത് ഇന്ത്യയിലെ വനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത്യാവശ്യം അറിയേണ്ട കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കണം. അത് നമുക്ക് ഓരോരോ ക്ലാസ്സിലായിട്ട് പഠിക്കാം. പിന്നെ ചിലർ ചോദിക്കും, സാർ ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം ആസ്ഥ അക്കാഡമി ഏത് കോഴ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ യൂട്യൂബിനകത്ത് എന്ത് കാര്യം തുടങ്ങിയിട്ടുണ്ടെങ്കിലും തീർക്കാതെ പോയിട്ടില്ല. നിങ്ങൾ തീർത്തിട്ടില്ല എന്നൊരു കമൻറ്റ് താഴെ ആരെങ്കിലും എഴുതുമോ? ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തീർക്കാതെ പോയെന്ന് എഴുതുമോ? എല്ലാ സാധനങ്ങളും തീർത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ കാര്യത്തിലും സംശയം വേണ്ട. നിങ്ങൾക്ക് ഈ ചാനലിനെ ഡിപ്പെൻഡ് ചെയ്യാം ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യത്തിൽ. ശരി, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറയാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.